Hello, my dear students. Welcome back to SL classes. നമ്മൾ ഇന്ന് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ഒരു ടോപ്പിക് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. +2 എക്സാം ഇങ്ങനെ അടുത്ത് വരുന്നു. കുട്ടികൾ ഒരുപാട് പേര് ടെൻഷനിലാണ്. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തേതുപോലെ നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതേസമയം ഫോക്കസ് ഏരിയ ഉള്ളതുകൊണ്ട് ആദ്യം നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം എന്നും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. അതോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നോട്ട്സും മറ്റു മെറ്റീരിയൽസും പലതരം ഡിസ്കഷൻസും നമ്മൾ ആ ഗ്രൂപ്പിലൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതോടൊപ്പം ഈ ചാപ്റ്ററിലുള്ള പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലായാലേ ഇതിന് ശേഷം വരുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പൊന്നുമക്കളെ, വെറുതെ ഒരു ബൈ ഹാർട്ട് സ്റ്റഡി നടത്തി എന്തെങ്കിലും അവിടുന്നും ഇവിടുന്നും തട്ടിക്കൂട്ടി പഠിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ പഠിച്ചാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എക്സാമിനൊരു പരിധി വരെ ഒന്നും അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ചാപ്റ്ററൊക്കെ വളരെ നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ ചാപ്റ്ററിൽ പറയുന്നത് ക്രിസ്ത്യൻ ഓസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനുണ്ടായ ഒരു ഒബ്സർവേഷൻ. ഒരുപാടൊന്നും വാരി വലിച്ച് നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു വയർ, എന്താണ് മക്കളെ, കറണ്ട് ഒഴുകുന്ന ഒരു വയർ, അദ്ദേഹം അതിൻ്റെ അടുത്തായിട്ട് ഒരു കോമ്പസ് നീഡിൽ അതല്ലെങ്കിൽ ഒരു കോമ്പസ് ബോക്സ് വെച്ചു. വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കോമ്പസിൻ്റെ നീഡിലാണത്, മാഗ്നറ്റ് നീഡിൽ എന്നും പറയും. അത് സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് നീഡിൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് വെച്ചാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ നിൽക്കുള്ളൂ. അതൊരു മാഗ്നറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ഒരു ബാർ മാഗ്നറ്റിനെ നമ്മളൊരു പോയിന്റിൽ നിന്ന് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ, തൂക്കിയിട്ടാൽ അത് എങ്ങനെ നിൽക്കുള്ളൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. നോർമലി അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത് അതിൻ്റെ അടുത്തേക്ക് മറ്റു വല്ല മാഗ്നറ്റുകളും വരണം. നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് ഒരു കോമ്പസ് ബോക്സ് നമ്മൾ എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു. നോർമലി അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അതിൻ്റെ റീഡിങ് നിൽക്കുന്നത്. അത് എപ്പോഴാണ് അവിടെ നിന്ന് മാറിപ്പോവുക? നോർത്ത് സൗത്തിൽ നിന്ന് മാറി മറ്റെങ്ങോട്ടെങ്കിലും പോവുക. അതിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവരണം. അതായത് അതിനെ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ബട്ട് ഇവിടെ അദ്ദേഹം കണ്ടത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് വെച്ചു. ഇത് വെച്ചപ്പോൾ സാധാരണ നോർത്ത് സൗത്തിൽ നിൽക്കേണ്ട ഈ നീഡിൽ നോർത്ത് സൗത്തിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടേക്കോ ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. അദ്ദേഹം ചുറ്റും നോക്കി, ക്രിസ്ത്യൻ ഓസ്റ്റഡ് നോക്കി, അവിടെ വല്ല മാഗ്നറ്റുകളും വേറെ വല്ല മാഗ്നറ്റുകളും ഉണ്ടോ? അങ്ങനെ മാഗ്നറ്റ് വന്നാലാണല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവുക. ബട്ട് അത് മാഗ്നറ്റ് ഒന്നും അടുത്തില്ല. എന്തു മാത്രമേ ഉള്ളൂ? കറണ്ട് ക്യാരി ചെയ്യുന്നൊരു വയർ. അദ്ദേഹം ആ കറണ്ട് ഓഫ് ചെയ്തു. അത്ഭുതകരം എന്ന് പറയട്ടെ, കറണ്ട് ഓഫ് ചെയ്തപ്പോൾ ഈ റീഡിങ് കറക്റ്റ് നോർത്ത് സൗത്തിൽ തന്നെ. കറണ്ട് ഒഴുകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. എന്താ സംഭവിച്ചത്? കറണ്ട് ഒഴുകുമ്പോഴാണ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതൊരു മാഗ്നറ്റാണ്. മാഗ്നറ്റിനെ ഇളക്കണമെങ്കിൽ അടുത്ത് മറ്റൊരു മാഗ്നറ്റോ അതല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ വരണം. എന്ത് വരണം? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. കറണ്ട് ഒഴുകിയാൽ ബൾബുകൾ കത്തുമെന്നും ഫാനുകളും മറ്റും ഓൺ ചെയ്ത് പ്രവർത്തിക്കുമെന്നും ഒക്കെ നമുക്കറിയാം. അതേസമയം അതുവരെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചില്ലാതിരുന്ന ഒരു പുതിയ സംഭവം ക്രിസ്ത്യൻ ഓസ്റ്റഡ് പറയുകയാണ്. കറണ്ട് ഒഴുകിയാൽ കറണ്ടിൻ്റെ എഫക്റ്റ് മാത്രമല്ല അവിടെ ഉണ്ടാവുക, കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു നോളജാണ്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഞാനൊന്നങ്ങ് എഴുതട്ടെ. കറണ്ടിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്.
ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ബി എന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതുക. അപ്പോൾ ആ പോയിന്റ് മനസ്സിലായോ? കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വന്നപ്പോൾ നമ്മളെ പഠനം കുറച്ചും കൂടി ഒരു ലെവൽ കൂട്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ലോ പറയാൻ പോവുകയാണ്. ലോ ചോദിച്ചാൽ നമ്മൾ ആ ലോ നേരെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ഡയഗ്രാം ഉണ്ടാവും, ചില ഇക്വേഷൻസ് ഉണ്ടാവും. ലോ എന്താണെന്ന് പറയുക, ഡയഗ്രാം വരയ്ക്കുക, ഇക്വേഷൻസ് എഴുതി വെക്കുക. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ലോയുടെ പേരാണ് ബിയോ-സാവാർട്ട് ലോ. ബിയോ-സാവാർട്ട് എന്നോ ബയോട്ട്-സാവാർട്ട് എന്നൊക്കെ വായിക്കാറുണ്ട്. രണ്ട് സയൻറ്റിസ്റ്റുകളുടെ നെയിമാണ്. വായിക്കുമ്പോൾ ചെറിയ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഞാൻ വായിക്കുന്നു ബിയോ-സാവാർട്ട് ലോ. ഇനി നിങ്ങൾ ബയോട്ട്-സാവാർട്ട് ലോ എന്ന് വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പറയുന്നത് എന്താണ്? തൊട്ട് മുന്നേ പറഞ്ഞു, നമ്മളൊരു വയർ എടുക്കുന്നു, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതല്ലേ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതല്ലേ, കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഫീൽഡ് എത്രയാ? ആ ഫീൽഡിന് ഒരു അളവുണ്ടാവുമല്ലോ. ആ ഫീൽഡ് ഒന്ന് കണ്ടുപിടിക്കണ്ടേ? അത് എത്ര എന്ന് പറയാനാണ് ബിയോ-സാവാർട്ട് ലോ. ഓക്കെ, അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് ഇങ്ങനെ നല്ല നീളമുള്ള വളവും തിരിവും ഒക്കെയുള്ള നീളമുള്ള ഒരു കണ്ടക്ടർ എടുത്തു. അതിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ആ കണ്ടക്ടറിൻ്റെ ചെറിയ ഒരു കഷ്ണം എടുത്തു, വളരെ ചെറിയൊരു സെഗ്മെൻറ്റ്. ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടി DL എന്നാണ് ആ സെഗ്മെൻറ്റിൻ്റെ പേര്. ലെങ്ത്തിൻ്റെ ചെറിയൊരു ഭാഗം. ഡിഫറൻഷിയേഷനിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഡി, അല്ലേ? ഡി എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷനാണ്, അതിൻ്റെ ചെറിയ പോർഷൻ എന്നുള്ളൊരു ഉദ്ദേശമാണ്. സോ നല്ല നീളമുള്ള കണ്ടക്ടറിൻ്റെ ചെറിയൊരു ലെങ്ത്ത്. ഉറപ്പായിട്ടും ഈ കറണ്ട് ഇതിലെയും ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും കുറച്ച് ദൂരത്തിലായിട്ട് ഞാനൊരു പോയിന്റ് എടുക്കുകയാണ് പി. ആ പോയിന്റിലേക്കുള്ള ദൂരം മാർക്ക് ചെയ്യുന്നു. ഈ കണ്ടക്ടറിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം ഞാൻ കാണിക്കുകയാണ് ആർ. അപ്പോൾ ആ വരച്ചിരിക്കുന്ന ലൈനും നമ്മുടെ കണ്ടക്ടറും ചെറിയൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നു തീറ്റ. ഓക്കെ, ഒരു ലോ പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ നമുക്ക് ആദ്യമേ അറിയണം. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ അറിയണം. അതുപോലെയാണ് ഇവിടെ. എന്തൊക്കെയാണ് മക്കളെ? നല്ല നീളമുള്ള ഒരു കണ്ടക്ടർ, അതിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഫുൾ ലെങ്ത് എടുക്കുന്നതിന് പകരം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അതിന് ചെറിയൊരു ലെങ്ത് എടുത്തു. ആ ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് DL. അതിൽ നിന്നും കുറച്ച് ദൂരത്തിലായിട്ടൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ഇങ്ങനെയാണ് കണ്ടക്ടർ എങ്കിൽ 3 ഡയമെൻഷനായിട്ടൊക്കെ കാണാൻ പഠിക്കുക. കണ്ടക്ടർ ഇതാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സ്ഥലം ഉണ്ടാവും, ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ എവിടെയോ ആണ് ഞാൻ ആ പോയിന്റ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ ഉറപ്പായിട്ടും ഈ കറണ്ട് ഒഴുകുന്നത് കൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ഇതാണല്ലോ ഇപ്പം നമ്മൾ പറയുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട്, ഈ കറണ്ട് ഒഴുകുന്നത് കൊണ്ട് ഇതിന് ചുറ്റും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതെത്ര? അതെന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും? ബിയോ-സാവാർട്ട് ലോ പറയുന്നു അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കൊരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് DB. ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. ഇപ്പം DB എന്തായിരിക്കും? ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്തേ ചെറുതായിപ്പോയി? ചെറുതായി പോകാനുള്ള കാരണം നമ്മളിപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഫുൾ ലെങ്ത്തും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ കണ്ടക്ടറിൻ്റെ ചെറിയ ഒരു ലെങ്ത്ത് എടുത്തിട്ടാണ് ഈ സാധനം പറയാൻ പോകുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് എടുത്താലോ പറയാം. ആദ്യം നമ്മൾ ചെറുതിനൊന്ന് പറയുക. ചെറുത് കൊണ്ടുള്ള ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുൾ ലെങ്ത് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ബിയോ-സാവാർട്ട് ആദ്യം ചെയ്തത് ഈ ചെറിയ ലെങ്ത് എടുത്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞത്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഒരു കാര്യം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ബന്ധം പറയുമ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് പോവുകയാണ്. പല പ്രൊപ്പോർഷണാലിറ്റീസും വരാൻ പോവുകയാണ്. നമ്മൾ രീതി അങ്ങനെയാണ്. ഓക്കെ, ഏതൊരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കുറേ ടേമുകൾ വേണം, അല്ലേ? അതുണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ബിയോ-സാവാർട്ട് ലോ പറയുന്നത്. അവർ പറയുന്നു ഈ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ആ ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ കറണ്ട് ഒഴുകിയാൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. തീർന്നില്ല. ഇൻറ്റു ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ്. ഈ സെഗ്മെന്റിന്റെ നീളം എത്രയാണോ അതിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് DL.
ഇൻറ്റു തീർന്നില്ല ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ നമ്മളൊരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഏതാണ് ആ ആംഗിള്? ആ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഡി എൽ കാണിച്ചു, പി എന്ന പോയിന്റിലേക്ക് ഒരു ലൈന് വരച്ചു അല്ലേ? അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ആ ആംഗിളിൻ്റെ സൈൻ ഇതിപ്പോൾ 30 ഡിഗ്രി എന്നാണെങ്കിൽ സൈൻ 30, 45 ഡിഗ്രി എന്നാണെങ്കിൽ സൈൻ 45 എന്ന് പറയുന്നത് പോലെ ആ ആംഗിളിൻ്റെ സൈൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഐ ഇൻറ്റു ഡി എൽ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ 3 കാര്യങ്ങൾ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞ് മുകളിൽ കിടക്കുകയാണ്. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ താഴെയാണ് എഴുതേണ്ടത് അല്ലേ? ഇവിടെ ഒരു ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഓക്കെ, എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുതൽ കൂടുതൽ ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഫീൽഡ് കുറഞ്ഞു വരും. കാരണം ഫീൽഡും ഡിസ്റ്റൻസും ഇൻവേഴ്സ് പ്രൊപ്പോർഷണലാണ്. ഇതാണ് ബിയോസാവാസ് ലോ. അപ്പോൾ ഈ എഴുതിയ സാധനങ്ങളെ നമുക്കൊരു സെൻറ്റൻസ് ആക്കി അങ്ങ് മാറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ ആ ഇക്വേഷനെ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റിയ ലോ ആയി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ലെഫ്റ്റ് സൈഡിലുള്ളത്. സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? എന്തുകൊണ്ടുണ്ടായ? ഡ്യൂ ടു എ കറണ്ട് സെഗ്മെന്റ്. അതാണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് പറയേണ്ടത്. ബിയോസാവാസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് സെഗ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. 3 കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ പറഞ്ഞ് നമ്മൾ പറയാൻ പോവാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ ദ സെഗ്മെന്റ് അല്ലേ? ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ്. ഓക്കെ അല്ലേ? സൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ആംഗിളിൻ്റെ സൈൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെഗ്മെന്റ് ആൻഡ് പോയിന്റ് പി. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെഗ്മെന്റ് ആൻഡ് പോയിന്റ് പി. അപ്പോൾ 3 കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഒരു പോയിന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും. ഇത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ 4 കാര്യങ്ങൾ ആരൊക്കെ പ്രൊപ്പോർഷണൽ, ആരാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നൊരു സെൻറ്റൻസ് ആക്കിയാൽ കഴിഞ്ഞു ബിയോസാവാസ് ലോ. എക്സാമിന് വളരെയധികം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ പഠിച്ചു വെച്ചോ, നഷ്ടാവില്ല. എക്സാമിന് ചോദിക്കും എക്സ്പ്ലെയിൻ ബിയോസാവാസ് ലോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം. നോട്ട് വായിക്കാം. നിങ്ങൾക്ക് നോട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. എപ്പോഴും നമുക്ക് ഈ പ്രൊപ്പോർഷണൽ എന്നുള്ളത് മാറി ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വേണം അല്ലേ? സോ ഇവിടെ നമ്മൾ എഴുതുന്നു ഡി ബി ഈസ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മ്യൂ ഡിവൈഡഡ് ബൈ 4π എന്നാണ്. മ്യൂ ബൈ 4π ഇൻറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം ഐ ഇൻറ്റു ഡി എൽ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. മ്യൂ ബൈ 4π. ഈ മ്യൂ ബൈ 4π എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ്. 4ഉം പൈയും നമുക്ക് പ്രശ്നമില്ല. മ്യൂ എന്താണെന്ന് നമുക്ക് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ബട്ട് എല്ലായിടത്തും കാണുന്ന മ്യൂകൾ എല്ലാ മ്യൂ സെയിം അല്ല കേട്ടോ. പലയിടത്തും പല ആവശ്യങ്ങൾക്ക് നമ്മൾ മ്യൂ യൂസ് ചെയ്യും. ഇതൊരു സിമ്പലാണ്, ഒരു ഗ്രീക്ക് സിമ്പലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂ എന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് പെർമിയബിലിറ്റി. എന്താ മക്കളെ പേര്? പെർമിയബിലിറ്റി ഓഫ് മീഡിയം. എന്താ? പെർമിയബിലിറ്റി ഓഫ് മീഡിയം. ഒരു മീഡിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കോൺസ്റ്റന്റ്. തൽക്കാലം അത്ര വിചാരിച്ചാൽ മതി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കോൺസ്റ്റന്റ്, അതാണ് ഈ പെർമിയബിലിറ്റി. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മ്യൂ എന്ന് പറയുന്നത് μ0 ഇൻറ്റു μr എന്നാണ്. 2 പോയിന്റുകളും കൂടി അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒരു 3 മാർക്കിനൊക്കെ അങ്ങ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. 2 3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, സോ മ്യൂ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു μr. μ0യുടെ പേരാണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. എന്താ മക്കളെ പേര്? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. അത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മളങ്ങ് ബൈ ഹാർട്ട് ചെയ്യണം. μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 4π ഇൻറ്റു 10⁻⁻⁷ ആണ്. പഠിച്ചോ? 1-2 തവണ അങ്ങ് പറഞ്ഞോളൂ. μ0ന്റെ വാല്യൂ എത്രയാ? 4π ഇൻറ്റു 10⁻⁷. അപ്പോൾ μ0 കിട്ടിയേ. മ്യൂ ആർ എന്ന ടേമിൻ്റെ പേരാണ്, റിലേറ്റീവ്
പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി എല്ലാം കോൺസ്റ്റന്റുകളാണ്. ബട്ട് ഈ കോൺസ്റ്റന്റിന് എപ്പോഴും ഒരൊറ്റ വാല്യൂ, ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ മീഡിയം ടു മീഡിയം മാറിക്കൊണ്ടിരിക്കും. എല്ലാ മീഡിയത്തിനും ഒരേ വാല്യൂ അല്ല. ഒരു മീഡിയത്തിൻ്റെ വാല്യൂ മാത്രം തൽക്കാലം നമുക്ക് പഠിച്ചു നോക്കാം. മ്യൂ ആറിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. മ്യൂ ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും മീഡിയം എയർ ആണെങ്കിൽ. ഏത് മീഡിയം മക്കളെ? എയർ മീഡിയം ആണെങ്കിൽ മ്യൂ ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കിട്ടി? നമുക്കിവിടെ വേണ്ട കോൺസ്റ്റന്റ് മ്യൂ ആണ്. മ്യൂയുടെ പേരാണ് പെർമിയബിലിറ്റി ഓഫ് മീഡിയം. മ്യൂ എന്ന് പറയുന്നത് μ0 × μr ആണ്. ഇതൊക്കെ ഈ സാധനങ്ങൾ നമുക്കിനി മാഗ്നറ്റിസത്തിൻ്റെ മിക്കവാറും ഭാഗത്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റിനെയും ഈ ടേമുകളെയും നിങ്ങൾ ആ രീതിയിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഒരു തവണ അങ്ങ് പഠിക്കുക. ഒറ്റ തവണ പഠിച്ചാൽ ഒരുപാട് സ്ഥലത്ത് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ എല്ലായിടത്തും നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. സിമ്പിളാണ്. സോ μ0 × μr. μ0 എന്താ? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. പേര് പഠിച്ചോ? എന്താണ്? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. വാല്യൂ എത്രയാ? 4π × 10⁻⁻⁷. μrന്റെ പേരെന്താ? റിലേറ്റീവ് പെർമിയബിലിറ്റി. എന്താ മക്കളെ പേര്? റിലേറ്റീവ് പെർമിയബിലിറ്റി. വാല്യൂ എത്രയാ? വാല്യൂ 1 എപ്പോഴും പറയരുത്. എയർ ആണെങ്കിൽ 1, അതല്ലെങ്കിൽ പല വാല്യൂ. അത് നമുക്ക് മീഡിയം എന്താണെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ആ കോൺസ്റ്റന്റുകളെല്ലാം കൂടെ അങ്ങ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടി. dB = μ/4π IdL sin θ/r². ഇതിപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്? എന്താണ് നമ്മളെ കൺക്ലൂഷൻ? ഒരു വയറിലൂടെ കറണ്ട് ഒഴുകിയാൽ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡ് എത്ര? അതാണ് ബിയോസാവാസ് ലോ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ/4π IdL sin θ/r² ആയിരിക്കും. ഇത് നമുക്കൊരു സെന്റൻസ് ആക്കി എഴുതാൻ പറ്റിയാൽ ബിയോസാവാസ് ലോ ആയി. ഇത് dB അല്ലേ? ഇത് സ്മോൾ ഫീൽഡ് അല്ലേ? അപ്പോൾ ഒരു സംശയം, ഇത് സ്മോൾ ഫീൽഡ് ആണെങ്കിൽ ടോട്ടൽ ഫീൽഡ് എങ്ങനെയാണ് കിട്ടുക? ബി. അതായത് ടോട്ടൽ ബി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ്, എപ്പോഴും നമ്മൾ ചെറിയ ഒരു വാല്യൂ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും ടോട്ടൽ കിട്ടാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഓഫ് μ/4π × IdL sin θ/r². കഴിഞ്ഞു. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മെറ്റീരിയൽസും നോട്ട്സും എല്ലാം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ റെഡിയാണല്ലോ മക്കളെ? ഓക്കെ ദെൻ ബൈ.